വിഷമകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളതാണ്. നാളെ ഞങ്ങളുടെ മക്കൾക്ക് ഇത് വന്നുകൂടായില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ മക്കളാണ് വലുത്. അതുപോലെ ഇവിടെ വന്ന ഈ സ്കൂളിലേക്ക് വിട്ട കുട്ടി സേഫ് ആയിരിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ട്. പക്ഷെ അവര് ശരീരത്തിനൊന്നും സംഭവിക്കാതെ തിരിച്ചെത്താന്നുള്ളതല്ല ആ സേഫ്. അവരുടെ മനസ്സ് കൂടി സേഫ് ആയിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം. പഠിത്തത്തിന് ഒരുപാട് അവർക്ക് പ്രഷറുണ്ട്. അവരുടെ പഠനഭാരം കുറച്ചേ പറ്റും. ചെറിയ ഒരാളെ 1ാം ക്ലാസ്സിലാണ് പഠിക്കണം. ആ കുട്ടിക്ക് 10-15 വേർഡ്സ് ആണ് ഒരു ദിവസം എഴുതി കൊടുത്തത്. സ്പെല്ലിംഗ് വെച്ച ഒന്നും അറിയില്ല. പിന്നെ വീക്കെൻഡില് മെസ്സേജ് തുരുതുരാ എല്ലാവരുടെയും മെസ്സേജാണ്. ഇത് മുഴുവൻ പാരന്റ്സ് പഠിപ്പിച്ചെടുക്കണം. UKG-ന്ന് 1ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടിക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കൊടുത്തിരിക്കുക. ഇത് മുഴുവൻ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കണം. ടീച്ചർമാർക്ക് എന്താ, വലിയ കുട്ടിയോട് പഠിക്കുന്ന സമയത്ത് പക്കയായിരുന്നു, ഉറപ്പ് പറയും. നല്ല ഫുൾ പഠിപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് വരാറ്. ഞങ്ങൾക്കൊന്ന് മെല്ലെ ഒന്ന് ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ എഴുതിപ്പിക്കുകയോ ചെയ്താൽ. ഇപ്പൊ അതല്ല ഞങ്ങളുടെ ഡ്യൂട്ടി. ഞങ്ങൾ പലരും ജോലി ചെയ്യുന്നവരാണ്, പഠിക്കാൻ പോകുന്നവരുണ്ടാവും, വീട്ടിൽ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ. ഞങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ കുട്ടികൾ ഇത്രയും ഫീസ് തന്ന്, നിങ്ങൾ പറയുന്ന ഫീസ് തന്ന് ഞങ്ങളെ വിട്ടിട്ട് ഞങ്ങളെ വീട്ടിൽ പണിയെടുക്കണം. എല്ലാ പാരന്റ്സും ഒന്ന് ശ്രദ്ധിക്കണം കുട്ടികളെ. നിങ്ങൾ ക്ലാസ്സിലേക്ക് ടീച്ചർമാരെ വിടുന്നില്ലേ? ഇതിലിപ്പോ ഈ രക്ഷിതാവ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതി നിങ്ങൾ ക്ലാസ്സിലേക്ക് ടീച്ചർമാരെ അല്ലേ വിടുന്നത്? പിന്നെ എന്തുകൊണ്ട് അവർ പഠിപ്പിക്കുന്നില്ല? ഇത്രയും ഫീസ് അഡ്വാൻസ് ആയിട്ട് മാനേജ്മെന്റ് പറഞ്ഞു ഈ വർഷം വന്നത് ഈ 20 പേര് പുതിയ ആൾക്കാരാണ്. എക്സ്പീരിയൻസ് ഇല്ല. അത് 30 പേര് പുതിയ ആൾക്കാരാണ്. ഇത്രയും ഫെസിലിറ്റി ഉള്ള സ്കൂളിൽ എന്തുകൊണ്ട് അതിനുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് നിയോഗിച്ചു? പ്രശ്നം വേറെ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്ക് പഠിപ്പിക്കാനുള്ള എത്രയൊക്കെ ന്യായീകരിച്ചാലും ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ മൊത്തം ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അതിനെ കുറിച്ച് ഇതാക്കില്ല. ഈ പ്രിൻസിപ്പളിനെ കുറിച്ചിട്ട് വ്യാപകമായിട്ടുള്ള പരാതികളൊന്നും ഞങ്ങള് ആവശ്യം അറിയും. 4 ദിവസത്തിന്റെ ഉള്ളില് ഈ പ്രിൻസിപ്പളെ ഇവിടുന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഈ സ്ഥാപനം തുറക്കാൻ ഞങ്ങൾ അയക്കില്ല. കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇമ്മീഡിയറ്റ് നിങ്ങൾ ഇവിടുന്ന് മാറ്റിയേ പറ്റുള്ളൂ. പ്രിൻസിപ്പാള് ഇതേപോലെ പല ആൾക്കാരും വരുന്നില്ല. ഞങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഫോൺ വിളിച്ചിട്ടും ബോധപ്പെടുത്തിയിട്ടും ആളുകളുണ്ട് ഇവിടുത്തെ പാരന്റ്സ്. പിന്നെ ആ വീഡിയോ വീഡിയോയുടെ താഴെ പ്രവർത്തകരാണ്. കുട്ടികൾ എന്താണ് ഇവിടെ പറയാൻ എഴുതി വെച്ചിട്ടെന്ന് പറഞ്ഞു. അത് PTA അല്ല, വായിച്ചിരിപ്പിക്കണം. നമുക്ക് അറിയണം.